കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഐശ്വര്യ, എനിക്ക് വേണ്ടി തനിക്കൊരു ഫേവർ ചെയ്യാൻ പറ്റുമോ? എന്താ സർ വേണ്ടത്? ഐശ്വര്യ ഇരിക്കൂ, ഞാൻ പറയാം. അയ്യോ, ഇത് ആരൊക്കെ വന്നേക്കുന്നേ? ദൈവമേ, എന്റെ ഭഗവാനെ, ഞാൻ എന്തേ കാണുന്നേ? എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാമോ? അതെന്താ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഐശ്വര്യയുടെ അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? അയ്യോ, മഹാപാവം പറയല്ലേ. ഏയ്, അമ്മ സാറിനെയും സാറിന്റെ അമ്മയും കണ്ട എക്സൈറ്റ്മെന്റില്ല. അമ്മയും കുട്ടി സാർ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഇവള് നുണ പറയുവാന്നാ ഞാൻ വിചാരിച്ചത്. അതെന്താ അങ്ങനെ? സ്വന്തം മോള് പറയുന്നത് അമ്മയ്ക്ക് വിശ്വാസമില്ലേ? എന്നാലും ഈ വലിയ വീട്ടിലുള്ളവര് ഞങ്ങളുടെ ഈ കുഞ്ഞു വീട്ടില് കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ താമസിക്കാൻ വരുവാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും സാറേ ഞാനിത്? എന്തായാലും ഞങ്ങളോട് വന്നില്ലേ? അല്ല, കുറച്ചുനാള് എന്റെ അമ്മയോടെ കഴിയുന്നതില് ആന്റിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്റെ പൊന്നോ, ബുദ്ധിമുട്ടോ? അതെന്തൊരു ചോദ്യം സാറേ ഇത്? ഞങ്ങക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരെ മറിച്ച് ഞങ്ങക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ സാറിന്റെ അമ്മയ്ക്ക് മതിയാവോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. അതിനെ കുറിച്ച് ഓർത്ത് ഐശ്വര്യയുടെ അമ്മ വിഷമിക്കണ്ട. ഇതിലും കുറഞ്ഞ സൗകര്യമുള്ളിടത്തൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. കിടക്കാൻ ഒരു മുറി, വിശപ്പിനുള്ള ആഹാരം, അത്രയൊക്കെ വേണ്ടു. അതൊക്കെ കൊച്ചമ്മയുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് പറയുന്നത്. എന്നാലും ഞങ്ങളുടെ മനസ്സിനൊരു തൃപ്തി വേണമല്ലോ. അതിനെന്താ, ഇനിയിപ്പോ തൃപ്തി വരാൻ എന്താ വേണ്ടെന്ന് വെച്ച് ചെയ്തോളൂ. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. പറയുന്നോണ്ടൊന്നും തോന്നല്ലേ സാറേ? ഇവിടെ ആണെങ്കിൽ അങ്ങ് ഒടുക്കത്തെ ചൂടാ. സാറിന്റെ അമ്മയെ പോലെ ഒരാളെ എങ്ങനെ ഈ ആവിപ്പുരയിലിട്ട് കഷ്ടപ്പെടുത്തുന്നേ? അതുകൊണ്ട് കൊച്ചമ്മയ്ക്ക് വേണ്ടി ഒരുക്കിയ മുറിയില് ഒന്നുമില്ല, ഒരു AC വെച്ചാ മതി. അതോടെ പ്രശ്നം തീരും. അതിനെന്താ, അത്രേ ഉള്ളൂ. AC യോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എന്താന്ന് വെച്ച് വാങ്ങിച്ചോളൂ. അതിനുള്ള തുക ഞാൻ ഐശ്വര്യയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം. എന്റെ അമ്മയോടെ താമസിക്കുന്ന കാരണം ഐശ്വര്യക്കും അമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അയ്യോ, ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ സാറേ? സത്യം പറഞ്ഞ ഇത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാ ഞങ്ങള് കരുതുന്നത്. പിന്നെ വേറൊരു പ്രധാന കാര്യം, എന്റെ അമ്മയോടെ കഴിയുന്ന വിവരം പുറത്ത് ഒരാള് പറയരുത്. പ്രത്യേകിച്ച് എന്റെ സ്റ്റാഫോ ബന്ധുക്കളോ ആരും. അത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. അക്കാര്യത്തിൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്. അമ്മ അത്യാവശ്യം പബ്ലിസിറ്റിയുടെ ആളാ. ഒന്ന് പോടി അവിടുന്ന്. എന്നെ കുറിച്ച് ഇല്ലാവചനം പറയുന്നോ? സാറേ, ഇങ്ങനൊരാൾ ഇവിടെ താമസിക്കുന്ന കാര്യം ദേ ഈ രേവമ്മയുടെ വായിന്ന് ഒരു ഈച്ച പോലും അറിയത്തില്ല. അത് 3 തരവാ. എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? സാറിനെന്തോ ഈ സംശയം? ദേ, ഇവള് കളി പറയുന്നൊന്നും കാര്യമാക്കണ്ട. രേവമ്മ ഒരു കാര്യം ആരോടെ പറയണ്ടെന്ന് വെച്ചാ ചത്താലും പറയത്തില്ല. അതാ സ്വഭാവം. മതി മതി, ഇനി കൂടുതൽ ഉറപ്പ് കൊടുത്ത അമ്മ കൊളാ. സാറ് ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ആന്റിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഐശ്വര്യ വിശ്വസിച്ച ഞാൻ എന്റെ അമ്മയോടെ ഏൽപ്പിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യം ഉണ്ടായ ഉടനെ എന്നെ അറിയിക്കണം. സാറ് ചുമ്മാ ഇരിക്കുന്നേ. ഇവിടെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ അസൗകര്യം ഒന്നുമില്ല. സാറ് പറയുന്നിടത്തോളം കാലം കൊച്ചമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. അമ്മേ, ഞാനൊന്ന് ഇറങ്ങട്ടെ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ വിളിക്കാം. എനിക്കിവിടെ ഒരു കുഴപ്പം ഉണ്ടാവില്ല മോനെ, നീ ധൈര്യമായിട്ട് വെക്കൂ. ശരി അമ്മ. പോയിട്ട് വാ. വാട്ട് നോൺസെൻസ്! സുഗന്ധിയെ സംരക്ഷിക്കുന്നത് ഇന്ദിരജാവർമ്മ അല്ലെന്നോ? അത് തനിക്ക് എങ്ങനെ അറിയാം? ഇന്ദിരജയാണ് തനിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതെന്ന് സുഗന്ധി എന്നോട് നേരിട്ട് പറഞ്ഞാണല്ലോ. സർ, ആ സ്ത്രീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാറിനെ മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യാൻ പറഞ്ഞതാണ്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ സുഗന്ധി എന്തിനു മനഃപൂർവ്വം ഇന്ദിരജയുടെ പേര് പറയണം? അത് മാത്രമല്ല, അവർക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, എന്താ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? സർ, ഈ പറയുന്ന ഇന്ദ്രജാവർമ്മ എന്ന സ്ത്രീയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഞങ്ങൾ അന്വേഷിച്ചു. ഇന്ദ്രജാവർമ്മ കഴിഞ്ഞ 3 മാസമായി US-ൽ ബിസിനസ് ടൂറിലാണ്. സാറിന്റെ മകൻ ഇവിടെ വന്നിട്ട് അധിക സമയം ആയിട്ടും ഇല്ലല്ലോ. അപ്പോ പിന്നെ സുഗന്ധി ബായി എങ്ങനെ ഇന്ദ്രജാവർമ്മ ടേക്ക് കെയർ ചെയ്യും? സുഗന്ധിയെ സംരക്ഷിക്കുന്നത് ഇന്ദിരജ അല്ലെങ്കിൽ പിന്നെ ആര്? അതാരാണെന്ന് ഞാൻ പറയാം. സുഗന്ധിയെ സംരക്ഷിക്കുന്നത് ഇന്ദ്രജാവർമ്മ തന്നെയാണ്. പക്ഷേ അത് നിങ്ങൾ കരുതുന്ന ഇന്ദ്രജാവർമ്മയല്ല. ഇന്ദ്രജാവർമ്മയുടെ രൂപം കടം കൊണ്ട മറ്റൊരാൾ. അതാര്? നമ്മൾ നശിച്ചു പോയെന്ന് കരുതിയ ഗൗരിയുടെ ആത്മാവ്.
ദുരാത്മാവാണ് ഇന്ദ്രജിയുടെ വേഷത്തിൽ സുഗന്ധിയെ സംരക്ഷിക്കുന്നത്. ഗൗരിയുടെ ആത്മാവോ? അതെ, അത് ശക്തിക്ഷയം സംഭവിച്ച് നശിച്ചു പോയതല്ലേ? അത് സത്യമാണ്. പക്ഷേ ഗൗരിയുടെ ആത്മാവ് ലക്ഷ്യം കാണാതെ തിരികെ പോകില്ല. പ്രതികാരദാഹിയാണ് ആ ആത്മാവ്. അവര് 300 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതാണ്. പക്ഷെ ജലസമാധിയായി പുഴയ്ക്കടിയിൽ ധ്യാനത്തിലായതാ. എന്നിട്ട് ഒറ്റയ്ക്കായിരുന്നില്ല. പിന്നെ ഗൗരിയുടെ മകൾ, മൂക്കുത്തിക്ക് അവകാശിയായ ഒരാൾ, ഉണ്ണിമായ, അവളെ കൊല്ലാനായി പുഴയിലെറിഞ്ഞു. പക്ഷേ അമ്മയുടെ ആത്മാവിനൊപ്പം ഉണ്ണിമായയുടെ ആത്മാവും പുഴയ്ക്കടിയിൽ ജലസമാധിയിൽ കഴിയുകയായിരുന്നു. എന്തിന്? എന്തുകൊണ്ടാണ് ആ ആത്മാക്കൾ പരലോകം പ്രാപിക്കാത്തത്? അതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. മാന്ത്രിക മൂക്കുത്തിയുടെ അവകാശിയായ മധുശ്രീയുടെ സംരക്ഷണം, അളവറ്റ ആ നിധിക്ക് കാവൽ. ആ ആത്മാക്കളെ നീ നിർവീര്യമാക്കി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. പക്ഷേ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം അവർക്കുണ്ട്. അനുഗ്രഹം? അത് ശാപമാക്കി മാറ്റാൻ എനിക്ക് കഴിയും. നിനക്കറിയുമോ, 3 നൂറ്റാണ്ടുകളായി ആ മാന്ത്രിക മൂക്കുത്തിയുടെയും അമൂല്യമായ ആ നിധിയുടെയും പിന്നാലെയുള്ള അന്വേഷണം വിജയത്തിലെത്താറായത് ധ്യാനം കൊണ്ട് ഞാൻ നേടിയെടുത്ത കരുത്ത് ഏത് ദേവതാശക്തിയെയും തകർക്കാൻ പോകുന്നതാണ്. അതുപയോഗിച്ച് എല്ലാത്തിനെയും ഞാൻ യമലോകത്തേക്ക് അയക്കും. അതത്ര എളുപ്പമല്ല. വിഡ്ഢി, നിനക്കൊന്നും അറിയില്ല. മരണോപാസകയായ നിനക്ക് എന്റെ കരുത്ത് ഞാൻ കാട്ടിത്തരാം. ഏതു വിധേനയും ആ മധുശ്രീയെ എന്റെ മുൻപിൽ എത്തിക്ക്. ആ പെൺകുട്ടിയെ അഗ്നിയിലെരിച്ച് ഇതിനൊരു പര്യവസാനം ഞാൻ ഉണ്ടാക്കും. നിധി എന്റെ സ്വന്തമാകും. കൊടുങ്ങല്ലൂരമ്മ എന്റെ കരുത്തിനു മുൻപിൽ നിഷ്പ്രഭയാകുന്നത് നിനക്ക് ഞാൻ കാട്ടിത്തരാം.